അധികം ആളുകളൊന്നും ശ്രദ്ധിക്കാത്തൊരു തണൽ മരത്തിന്റെ കീഴിലേക്ക് നോക്കി അവൻ പറഞ്ഞു. അവള് സമ്മതപൂർവ്വം തലയാട്ടി. രണ്ടുപേരും അവിടേക്ക് നടന്നു. ആ സമയത്ത് കൈകൾ പരസ്പരം കോർത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും പിരിയില്ല എന്നതുപോലെ. വെയിൽ ഒട്ടുമില്ലാത്ത തണൽ മരങ്ങൾ മറതീർത്തൊരു മനോഹരമായ സ്ഥലത്താണ് രണ്ടുപേരും ഇരിക്കുന്നത്. പരസ്പരം മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു നാണം രണ്ടുപേരും നിലനിന്നിരുന്നു. സാറെന്താ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാഞ്ഞത്? അതെന്താ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നുണ്ടോ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ ചുണ്ടുകൾ കൂർപ്പിച്ച് അവനെ ഒന്ന് നോക്കി. ആ മറുപടി ഒട്ടും ഇഷ്ടമായില്ല എന്നതുപോലെ. അതുകൊണ്ടല്ല, ഒരുപാട് മാറ്റം വന്നില്ലേ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. ഒരു ന്യായീകരണം പോലെ അവൾ പറഞ്ഞു. മാറ്റം വന്നത് ഇക്കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നില്ലേ? വീണ്ടും കുസൃതി നിറഞ്ഞ മറുചോദ്യം എത്തി. അപ്പോഴേക്കും അവളുടെ മുഖത്ത് പ്രണയം കൂടുകൂട്ടിയിരുന്നു. ഏറെ ആർദ്രമായി അവന് മുഖത്തേക്ക് അവൾ നോക്കി. തന്നോടൊപ്പം കഴിച്ച ഭക്ഷണത്തിനൊക്കെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ള വില കൂടിയ ഭക്ഷണങ്ങളെക്കാൾ കൂടുതൽ രുചിയുണ്ടായിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. എന്താണെന്നറിയോ രുചി കൂടാൻ കാരണം? ഇല്ല എന്നവൾ തല ചലിപ്പിച്ചു. അതിൽ കുറച്ച് സ്നേഹത്തിന്റെ അംശം കൂടിയുണ്ട്. അതുകൊണ്ടാ. അവൾ പ്രണയത്തോടെ അവനെ നോക്കി. അവനേറെ ആർദ്രമായി അവളുടെ നെറ്റിയിൽ തന്റെ നെറ്റി മുട്ടിച്ചു. എങ്കിലും ഞങ്ങളുടെ കൂട്ടാനൊക്കെ സാറിന് ഇഷ്ടാകോ? കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. സാറ് പറഞ്ഞെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കിയേനെ. താൻ എൻ്റെ സ്പെഷ്യൽ അല്ലേ, നമുക്ക് കഴിക്കാടോ. ഉള്ളതൊക്കെ കൂട്ടി ചിരിയോടെ അവൻ പറഞ്ഞു. ബാഗിൽ നിന്നും തൻ്റെ ചോറ്റുപാത്രം തുറന്ന് അവൻ്റെ അരികിലേക്ക് വച്ചു. അത് തുറന്നപ്പോൾ തന്നെ ഇലയിൽ സൈഡിലായി വാട്ടി വെച്ചിരിക്കുന്ന എന്തൊക്കെയോ കൂട്ടാനുകൾ കാണാമായിരുന്നു. ഇല തുറന്നതും ആദ്യം നാസികത്തുമ്പിലേക്ക് ഇരച്ചു കയറിയത് വാട്ടിയ വാഴയിലയുടെ മണമായിരുന്നു. ഓരോ ചെറിയ വാഴയില പൊതികളും അടുപ്പിലേക്ക് എടുത്തു വെച്ചു. അവനത് ഓരോന്നായി തുറന്നു നോക്കി. ചമ്മന്തിയും കണ്ണിമാങ്ങയും മുട്ട പൊരിച്ചതും ബീറ്റ്റൂട്ട് തോരനും ഒക്കെ അതിലുണ്ടായിരുന്നു. അവൾ പാത്രം നീക്കി വെച്ചു. അതിൽ നിന്നും ഒരു പിടി ചോറും കൂട്ടാനും അവൻ കഴിച്ചു. അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മുഖം ചുളുങ്ങിയിരിക്കുന്നു. അവൾ വീണ്ടും അവനെ തന്നെ നോക്കി. എന്തു പറ്റി? അന്ന് കഴിച്ചപ്പോൾ കിട്ടിയ രുചി കിട്ടുന്നില്ല. അവൻ പറയുന്നത് കേട്ട് അവളുടെ മുഖത്ത് ആദ്യം നിറഞ്ഞു തുടങ്ങി. അവനൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ചിന്ത വന്നു. പെട്ടെന്നാണ് എരിയിൽ നിന്നും ഒരു പീസ് മുട്ട വറുത്തെടുത്ത് അവന് നേരെ നീട്ടിയത്. ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ. അവൾ നീട്ടിയ മുട്ട വാങ്ങിയ ശേഷം ഒരു കണ്ണിറുക്കി അവളെ കാണിച്ചു. ഇതിന് കുറച്ച് രുചിയുണ്ട്. ഇപ്പൊ കുറച്ച് രുചിയൊക്കെ തോന്നുന്നുണ്ട്. ഒരു പ്രത്യേക രുചി. അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ പ്രണയം നിറച്ച് അവനത് പറഞ്ഞപ്പോൾ അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. പാത്രത്തിൽ നിന്നും ഓരോ ഉരുള ചോറുരുട്ടി അവന് നേരെ നീട്ടി അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളിൽ നിന്നും ആ ഉരുളകൾ വാങ്ങി അവൻ കഴിച്ചു. ഇപ്പോഴാ രുചി കിട്ടിയത്, അവൻ പറഞ്ഞു. ചോറ് പകുതിയിലധികവും കഴിയാറായപ്പോഴാണ് അവൾ കഴിച്ചില്ലെന്ന് അവൻ ചിന്തിച്ചത്. അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കിങ്ങനെ തന്നുകൊണ്ടിരുന്ന താനെങ്ങനെയാ കഴിക്കുക? താൻ കഴിക്ക്. അവൻ വെള്ളം എടുത്ത് കൈ കഴുകി കഴിച്ചിട്ട് മുഖം ചൂടിച്ചിരുന്നവളെ നോക്കി അവൻ എന്തെന്ന അർത്ഥത്തിൽ കാണിച്ചു. ഒന്നിനും ഒരു രുചി കിട്ടുന്നില്ല. അവൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ അവളും പറഞ്ഞു. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. പിന്നെ അവൾക്കരികിലേക്ക് ചെന്നിരുന്ന് ചെറിയ ഉരുളകൾ അവൾക്ക് നേരെ വാരി കൊടുത്തുകൊണ്ടിരുന്നു. രണ്ടുപേരും മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിച്ച ദിവസമായിരുന്നു അത്. നല്ല സ്ഥലം. എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രകൃതിയോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. വയലോരം നോക്കി അവൾ പറഞ്ഞു. ഇവിടെ കുറേ നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇതിൻ്റെ കുറച്ചപ്പുറത്ത് മാറിയ നല്ലൊരു പുഴയുണ്ട്. അത് നല്ല ഭംഗിയാ. എങ്കിൽ നമുക്ക് അവിടെ കൂടി പോയാലോ? ഓഫീസ് ടൈം ആവാറായി. അവൻ വാച്ച് നോക്കി പറഞ്ഞു. അയ്യോ ശരിയാ, നമുക്ക് വേഗം പോവാം. അവൾ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ അവൻ അവൾക്കരികിലേക്ക് വന്നു പറഞ്ഞു. ഉത്തരവാദിത്വമുണ്ട്, അത് മതി. നമ്മളിന്ന് ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ പോകുന്നില്ല. ഞാൻ വെറുതെ തന്നോട് കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ വേണ്ടിയല്ലേ തന്നെ കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങിയത്. അവൻ പറഞ്ഞപ്പോൾ അവൾ അമ്പരന്ന് അവനെ നോക്കി. ശരിക്കും? വിശ്വസിക്കാനാവാതെ അവൾ ചോദിച്ചു. എന്താണോ തനിക്ക് എന്നെ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാർ ഇങ്ങനെ മാറുന്നത് ഞാനൊട്ടും വിചാരിച്ചില്ല. താനിങ്ങനെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വന്നതുകൊണ്ടല്ലേ ഞാൻ മാറിയത്. സാറിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആവുമെന്ന്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവന് മുഖം കൊടുക്കാതെ ഒളിച്ചുകളി നടത്തുന്നവളെ കണ്ട് അവന് ചിരി വന്നു. കയറടോ, അവൻ കാറിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. രണ്ടുപേരും കാറിലേക്ക് കയറി. കുറച്ച് സമയം കഴിഞ്ഞ് കുറച്ച് ഇടവഴികൾ കയറി ഒരു ആറിൻ്റെ തീരത്തേക്ക് കാർ എത്തി. അവിടുത്തെ കാഴ്ചകൾ അവൾക്ക് വല്ലാത്ത സന്തോഷം പകർന്നിരുന്നു. അത്രമേൽ മനോഹരമായ കാഴ്ചകൾ. മനോഹരമായ ഒരു ആറും അതിനരികിലായി കുറച്ചു മരങ്ങളും ചെറിയ പാറക്കെട്ടുകളും ഒക്കെയായി മനോഹരമായ ഒരു കാഴ്ച.
ചെറിയൊരു കൈത്തോട് പോലെ ഒഴുകുന്ന ആറിന്റെ അരികിലെ പാറക്കെട്ടുകളിലായി രണ്ടുപേരും ഇരിപ്പുറപ്പിച്ചു. ശ്രുതി അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവൻ വിളിച്ചു. എന്തോ ഏറെ പ്രണയമായി അവൾ ആ വിളിക്ക് മറുപടി പറഞ്ഞു. തൻ്റെ അച്ഛൻ വയ്യാതിരിക്കുകയല്ലേ? അച്ഛന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഈ കണ്ടീഷൻ ഒരുപാട് ചേഞ്ച് ഉണ്ടാവും. അടുത്ത ആഴ്ച അച്ഛനെയും കൂട്ടി ഞാൻ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് വരണം. വണ്ടിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം. അച്ഛൻ എഴുന്നേറ്റ് നടക്കണ്ടേ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ ആ മിഴികൾ അറിയാതെ നിറഞ്ഞിരുന്നു. സാറിന് അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ വേറെ ആർക്ക് വേണ്ടിയാ ബുദ്ധിമുട്ടണേ? എനിക്ക് ഈ ലോകത്ത് ബുദ്ധിമുട്ടാൻ താൻ മാത്രമേ ഉള്ളൂ. അവളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് അവൻ പറഞ്ഞു. അച്ഛനെ എഴുന്നേൽക്കണം. എന്നിട്ട് വേണം എനിക്ക് അച്ഛനോട് വന്ന് ചോദിക്കാൻ. അച്ഛൻ്റെ ഈ കുറുമ്പിപ്പെണ്ണിനെ ഞാൻ എടുത്തോട്ടെ എന്ന്. കണ്ണുനീരിലും ഒരു ചിരി അവളിൽ നിറഞ്ഞു. അച്ഛൻ എഴുന്നേറ്റ് നടക്കുമോ സർ? തീർച്ചയായിട്ടും. അതിനുള്ള സാധ്യതകളൊക്കെ ഇപ്പോഴും മുൻപിലുണ്ടെന്ന് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. എങ്കിലും ഒരുപാട് പണമാകും. അത് സാരമില്ല. അത് ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. ഗൗരവത്തോടെ രസകരമായ രീതിയിൽ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ നോക്കി. അതിന് ഞാൻ ജോലി രാജിവെച്ചാലോ? കുസൃതിയോടെ അവൾ ചോദിച്ചു. രാജിവെച്ചാലും മറ്റൊരു ജോലി ഞാൻ തരുന്നില്ലേ? ആ ജോലിയിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ ഞാൻ പിടിച്ചോളാം. അതെന്ത് ജോലി? എൻ്റെ ഭാര്യ എന്ന ജോലി. അത് ശരിയാ. അതൊരു വലിയ കഷ്ടപ്പാടേറിയ ജോലി തന്നെയാ. ഈ മുരടനെ സഹിക്കണ്ടേ? ഡീ, അവൻ തമാശയോടെ അവളുടെ നേരെ കൈ ഓങ്ങി. അവൾ പെട്ടെന്ന് അവൻ്റെ കൈ അരികിൽ നിന്നും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അവൻ അവൾക്ക് പുറകെയും. പുഴയരികിൽ കൂടി ഓടുന്നതിനാൽ വെള്ളമൊക്കെ തെറിപ്പിച്ച് ഏറെ രസകരമായ രീതിയിലാണ് രണ്ടുപേരുടെയും ഓട്ടം. ഓടിത്തളർന്ന ഒരു മരത്തിന്റെ അരികിലായി നിന്നപ്പോഴേക്കും പിന്നിൽ നിന്നും അവളുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് അവനും എത്തി. വെള്ളത്തുള്ളികളൊക്കെ വീണവളുടെ മുഖം കുറച്ച് ഈറനായിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ അവൾ താഴ്ന്നു നിൽക്കുന്ന മരത്തിന്റെ ചില്ലയിൽ നിന്നും വെള്ളം കുലുക്കുന്നുണ്ടായിരുന്നു. അത് അവന്റെ മുഖത്തേക്കാണ് വീണത്. കുറച്ചൊക്കെ നെറ്റിയിലുമായിട്ടുണ്ട്. അവൾ അവന്റെ നെറ്റിയിലും മുഖത്തും പറ്റി പിടിച്ചിരുന്ന വെള്ളത്തുള്ളികൾ തന്റെ ദുപ്പട്ട കൊണ്ട് ഒപ്പിക്കൊടുത്തു. ഇതിനിടയിൽ എപ്പോഴോ ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം മുടക്കി പോയിരുന്നു. ഒരു നിമിഷം അവൻ ആ നോട്ടത്തിൽ നിന്ന് മുക്തരാവാൻ മറന്നു. ചെവിയിൽ നിന്നും അവന്റെ കൈകൾ അവളുടെ മുഖത്തേക്ക് അരിച്ചിറങ്ങി. ആ വിരലുകൾ അവളുടെ ചുണ്ടുകളിലേക്കും നാസിക വഴി മിഴികളിലേക്കും പലായനം ചെയ്തു. അവസാനം അത് ചുണ്ടുകളിൽ സ്ഥാനമുറപ്പിച്ചു. അവന്റെ വിരൽ അവളുടെ ചുണ്ടുകളിൽ തലോടിക്കൊണ്ടേയിരുന്നു. പതി അവൻ അവളുടെ ചുണ്ടൊന്ന് ഞെരുടി. അവൾക്ക് നേരെ അവൻ മുഖം താഴ്ന്നു വരുന്നത് കണ്ടതും അവൾ കണ്ണുകൾ അടച്ചു. നിമിനേരം കൊണ്ട് അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ ഒരു തലോടൽ നൽകിയിരുന്നു. വളരെ കുറച്ചു നേരം മാത്രം നീണ്ടു നിന്നൊരു ചുംബനം. അവന്റെ മീശയിലെ ചെറുരോമങ്ങൾ അവളുടെ മൂക്കിൻ തുമ്പിൽ ഉരസി. അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഒരു കള്ളച്ചിരിയോടെ അവൻ അവളിൽ നിന്നും അകന്നു മാറി. ആ നിമിഷവും അവൾ മറ്റേതോ ലോകത്തായിരുന്നു. അവനെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ അവൾ മുഖം മാറ്റി. രണ്ടുപേർക്കും കുറച്ചു സമയം പരസ്പരം സംസാരിക്കുവാനും മുഖത്തോട് മുഖം നോക്കുവാനും സാധിച്ചിരുന്നില്ല. പ്രകൃതിയെയും മനസ്സിനെയും കുളിർപ്പിച്ചുകൊണ്ട് ഒരു മാരി പെട്ടെന്ന് പുതുമണ്ണിനെ പുണർന്നു. മഴ വരുന്നു, കാറിപ്പോയിരിക്കാം. അവൻ അവളോട് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. അവന്റെ കൈകളിൽ കോർത്തു പിടിച്ചുകൊണ്ട് അവളും മഴ ആധിക്യം പ്രാപിച്ചപ്പോൾ രണ്ടുപേരും കൂടി കാറിലേക്ക് കയറിയപ്പോൾ തന്നെ രണ്ടുപേരും പകുതി നനഞ്ഞിരുന്നു. അവൻ തന്നെ കോട്ടൂരി പുറകിലേക്ക് മാറ്റിവെച്ചു. വെള്ള ഷർട്ടിൽ പറ്റി പിടിച്ചു നിൽക്കുന്ന വെള്ളത്തുള്ളികൾ അവൾക്ക് കാണാമായിരുന്നു. അവൾ തന്റെ ഷോൾ കൊണ്ട് അരുമയോടെ അവന്റെ തലമുടി നന്നായി തോർത്തി. ശ്രദ്ധയോടെ തന്നെ മുടിയിഴകൾ തോർത്തി തരുന്നവളുടെ കയ്യിലായി പെട്ടെന്ന് അവന്റെ കൈ വീണിരുന്നു. അപ്പോഴത്തെ ഒരു മൂഡിൽ അറിയാതെ പറ്റിയതാ. ഇഷ്ടായില്ലെങ്കിൽ സോറി. ഒരു ക്ഷമാപണം പോലെ അവൻ പറഞ്ഞപ്പോൾ അവൾ ഇരു കൈകൾ കൊണ്ടും അവന്റെ മുഖത്തൊന്ന് തഴുകി. പിന്നെ മെല്ലെ ആ ചുണ്ടുകളിൽ ചുണ്ടു ചേർത്തു. അവളുടെ ആ പ്രവൃത്തിയിൽ അവന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. പിന്നെ അവനെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ അവൾ അവന്റെ തോളിലേക്ക് തന്നെ ചാഞ്ഞിരുന്നു. ഒരു കൈകൊണ്ട് അവൻ അവളുടെ പുറത്ത് താളമിട്ടു. മറ്റു വേദനകളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ഇരുവരും കുറേയധികം സമയം സ്നേഹലാളനകളുടെ നിർവൃതിയിലിരുന്നു. പ്രണയം ഇരുവരുടെയും മനസ്സിൽ ഒരു മാരി പോലെ പെയ്യുകയായിരുന്നു. എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ കല്യാണം നടക്കാതെ പോവോ? അവന്റെ തൂണിൽ തല ചേർത്ത് വെച്ച് അവൾ ചോദിച്ചു. എന്തേ ഇപ്പം ഇങ്ങനെയൊരു സംശയം? ഞാൻ പറ്റിച്ചിട്ട് പോകുമെന്ന് തോന്നിയോ? അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു. ദേഷ്യത്തോടെ അവൾ അവന്റെ ദേഹത്തു നിന്നും എഴുന്നേറ്റ് നീങ്ങി. അങ്ങനെയൊക്കെ പിണങ്ങി പോവാതെ. പിണങ്ങി മാറാൻ തുടങ്ങിയവളെ ഒരു കൈയാൽ വലിച്ചവൻ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. സാറിൻ്റെ വീട്ടുകാരൊക്കെ വലിയ ആൾക്കാരല്ലേ? നിങ്ങളൊക്കെ എന്ത് പണക്കാരൻ? അപ്പം എൻ്റെ ഒരു കാര്യം അവരൊക്കെ സമ്മതിക്കുമോ?
ആ പേടി കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ പറ്റിച്ചു പോകുമെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. അതെന്താ പേടിയില്ലാത്തെ? കുസൃതിയോടെ അവൻ ചോദിച്ചു. ആ പേടി എനിക്കില്ല. എന്താ, ഞാൻ അങ്ങനെ ചെയ്തൂടെ? സാറിനത് പറ്റില്ലെന്ന് എനിക്കറിയാം. അവന് സന്തോഷം തോന്നി. ഇനി തൻ്റെ ചോദ്യത്തിനുള്ള മറുപടി. എൻ്റെ അവസ്ഥകളൊക്കെ അറിഞ്ഞ് ഞാൻ 2 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ് തൻ്റെ വീട്ടിൽ എൻ്റെ വിവാഹത്തിന് സമ്മതിക്കുമോ? വിവാഹത്തിൻ്റെ കാര്യം പോട്ടെ, ഞാൻ വിവാഹം കഴിച്ച 2 പെൺകുട്ടികൾ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അവൻ്റെ ചോദ്യത്തിന് ശ്രുതിയുടെ മുൻപിലും മറുപടി ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം അവൾ അമ്മയെക്കുറിച്ച് ആലോചിച്ചു. സഞ്ജയെക്കുറിച്ച് എല്ലാം അറിഞ്ഞാൽ അമ്മയെ വിവാഹത്തിന് സമ്മതിക്കുമോ? ഇല്ലെന്ന് തന്നെയായിരുന്നു അവൾക്ക് ലഭിച്ച മറുപടി. ഒന്നാമത് അത്രയും പണക്കാരനായതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് അമ്മ സമ്മതിക്കില്ല. രണ്ടാമത് അവൻ പറഞ്ഞ പ്രശ്നങ്ങൾ അമ്മ അറിഞ്ഞാൽ അത് ഈ വിവാഹം മുടങ്ങാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. പക്ഷെ അത് സഞ്ജയോട് തുറന്നു പറയാനുള്ള ധൈര്യം അവൾക്ക് ഉണ്ടായിരുന്നില്ല. താൻ ഒരുപാട് ചിന്തിച്ചു കൂട്ടണ്ട, സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെയാവും എൻ്റെ വീട്ടിലും. സമ്മതിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മളിതൊക്കെ ആദ്യമേ ചിന്തിച്ചതല്ലേ. ഒരുപാട് ബുദ്ധിമുട്ടുകളെ അതിജീവിക്കേണ്ടി വരുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നല്ലോ. അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയല്ലേ നമ്മളിതിനെ ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് 2 പേർക്കും വീട്ടിൽ നിന്നും ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവും. തനിക്ക് തീരുമാനം മാറ്റണമെങ്കിൽ അതിൽ ഞാൻ എതിര് പറയില്ല. ഞാനായിട്ട് പിന്നോട്ട് പോവുകയുമില്ല. തനിക്കെൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ അതിനാരെയും വെല്ലുവിളിച്ച് എന്തും പകരം കൊടുത്ത് കൂടെ നിൽക്കാൻ ഞാനുണ്ടാവും. അതിന് പകരം കൊടുക്കേണ്ടത് എൻ്റെ ജീവനാണെങ്കിൽ പോലും. അവസാനം അവൻ പറഞ്ഞ വാചകത്തിൽ അവൾ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചിരുന്നു. പിന്നെങ്ങനെ ഒരുമിച്ച് ജീവിക്കുക? ദേഷ്യത്തോടെ മുഖം കൂർപ്പിച്ച് അവൾ ചോദിച്ചു. താൻ ജീവിച്ചാൽ മതി, ഞാനത് മുകളിലിരുന്ന് കണ്ടോളാം. സാറൊന്ന് നിർത്തുന്നുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചതിന് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് പറയുന്നത്. സത്യമാണോ ഞാൻ പറയുന്നത്? തനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടാൻ പോലും എനിക്ക് മടിയില്ല. അതെനിക്ക് സന്തോഷവും. അങ്ങനെ സന്തോഷിക്കേണ്ട. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒരുമിച്ച് മതി. ഒരാളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരാളെ പോണ്ട. സാറ് പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരു മിനിറ്റ് പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു. സഞ്ജയും വല്ലാതെയായി. ശ്രുതി, എന്താണോ ഇത്? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും താനിങ്ങനെ സീരിയസ് ആയാലോ? അവൻ തന്നെയാണ് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തത്. നമ്മൾ ഒരുമിക്കാതെ പോയാൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സർ. പിന്നെ ഞാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ദൈവം നമ്മളെ കൂട്ടിമുട്ടിച്ചത് തമ്മിൽ പിരിക്കാനല്ല, ഒരുമിപ്പിക്കാനാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ഈ വൈകിയ വേളയിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ തന്നെ കാണില്ല. താലി ചാർത്തിയ 2 പെൺകുട്ടികളോടും തോന്നാത്ത പ്രണയം തന്നോട് എനിക്ക് തോന്നില്ല. 2 വഴിക്ക് നിന്നും നമ്മെ വിധി ഒരിടത്ത് കൊണ്ടുചെന്ന് എത്തിച്ചു. ബാക്കി കാര്യങ്ങളും ഈശ്വരൻ നോക്കിക്കോളും. താൻ ദിവസവും പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ അങ്ങനെ തന്നെ വിട്ടുകളയല്ലടൂ. ഒരു ചെറു ചിരിയോടെ അവളുടെ കവളിൽ തട്ടി അവൻ പറഞ്ഞു. അവളും കണ്ണുനീരിനിടയിൽ ഒന്ന് പുഞ്ചിരിയോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പോകേണ്ട സമയം ഒരുപാടായി. അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിൽ പിടിച്ച് അവൾ ആ സമയം നോക്കി. വൈകുന്നേരമായിരിക്കുന്നു, പോയാലോ? അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു. വണ്ടി ആ മഴയെ ഗവനിക്കാതെ മുന്നോട്ട് കുതിച്ചു. വീഡിയോയിൽ നിന്നും അപ്പോഴും ഒരു ഗാനം ഉയർന്നിരുന്നു.